അപ്പം ഹലോ ഗായ്സ്, വെൽക്കം ടു ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ട്രിപ്പ് പോവാണ്. അപ്പം ട്രിപ്പ് പോകുന്നത് ട്രിപ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ആണ്. കാരണം എനിക്ക് ഇതുവരെ അറിയത്തില്ലാത്ത കുറച്ച് ആൾക്കാരുടെ കൂടെ നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോവാണ്. അപ്പം നമ്മൾ പോകുന്നത് ബാത്ത് ആൻഡ് ചെഡാർ ഗോർജിലോട്ടാണ്. അറിയില്ല ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞാണ്. അപ്പം ഞാൻ ഓൾറെഡി കിങ് ക്രോസിൽ അവിടെ വന്നു. ഇനി നമുക്ക് ഇവിടുന്ന് 7:30 ബസ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു കോഫി കുടിക്കാം. അപ്പോൾ ഈ ഒരു ബസ്സിനാണ് നമ്മൾ ട്രിപ്പ് പോയത്. അപ്പോൾ നമുക്ക് കുറേ നല്ല കമ്പനിക്കാർ, നമ്മുടെ ഒരു സെയിം വൈബുള്ള കുറേ കമ്പനിക്കാരെ കിട്ടി. ആരും സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് തോന്നിയേ ഇല്ല. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോയത് ടൈംലെസ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കാരുടെ കൂടെയായിരുന്നു. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് വല്ലതും വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പോയ വഴി ഫുള്ള് ഇത് ഇങ്ങനത്തെ റാപ്സീഡ് തോട്ടങ്ങളാണ് കേട്ടോ. നല്ല രസമായിരുന്നു റോഡൊക്കെ കാണാൻ. അപ്പോൾ നമ്മളങ്ങനെ ഒരു 9:30 ആയപ്പോഴത്തേക്ക് ബാത്തിൽ വന്നു. നമ്മളൊരു 7:30 കറക്റ്റ് കിങ് ക്രോസിൽ നിന്ന് പോകുന്നത്. കറക്റ്റ് നമ്മൾ 2 hours കൊണ്ട് നമ്മളിത് ബാത്തിൽ വന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ബാത്തിൽ വന്നു കേട്ടോ. ഇവരൊക്കെ നമ്മുടെ കൂടെ വന്നവരായിരുന്നു. അപ്പോൾ നമുക്കിനി ബാത്ത് ഫുള്ളായിട്ട് ഒന്ന് കറങ്ങി നടന്ന് കാണാം. അപ്പോൾ എനിക്ക് ട്രിപ്പിൽ കിട്ടിയ 2 മുത്തുമണികളാണ് ഇവർ രണ്ടുപേരും. ഇപ്പോൾ മൊത്തം യാത്രയിൽ ഇവർ രണ്ടും കൂടെ ഉണ്ട്. ഇംഗ്ലണ്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചരിത്ര നഗരമാണ് ബാത്ത്. ഇവിടെ റോമൻ ബാത്ത് ആബി, പുട്നി ബ്രിഡ്ജ്, റോയൽ ക്രസൻറ്റ് എന്നിവ നമുക്ക് കാണാൻ കഴിയും. അതിന് റോമൻ ചരിത്രവും പിന്നെ ജോർജിയൻ ശൈലിയിലുള്ള കുറേ കെട്ടിടങ്ങളും ആണ് ബാത്തിൻ്റെ പ്രധാന പ്രത്യേകത. അപ്പോൾ ബാത്തിലെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതാണ് കേട്ടോ, പുട്നി ബ്രിഡ്ജ്. അപ്പം നമ്മൾ ചെന്ന സമയത്ത് ഇത് നല്ല തിരക്കുണ്ട്. പക്ഷേ മോർണിംഗ് ആയതുള്ളൂ എങ്കിലും നല്ല തിരക്ക്. പക്ഷേ എങ്കിലും ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെയൊക്കെ. കാണാൻ നല്ല രസമുള്ള ഒരു സമയം. 1774 ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചത്. ഈ ബ്രിഡ്ജിന് പ്രധാനമായത് ബാത്വിക് എന്ന് പറയുന്ന ഒരു നഗരമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് മെയിൻലി പണിത്. ഇത് റോമൻ ജോർജിയൻ ശൈലി പണിതുമാണ്. ഇതിന് പ്രധാന പ്രത്യേകത ഇതിൻ്റെ 2 സൈഡിലും ഒരുപാട് കടകളുണ്ട് എന്നാണ്. ഇന്ന് ബാത്ത് നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെടുന്ന ഒരു വിനോദസഞ്ചാര പ്രദേശം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമുക്കിനി ബ്രിഡ്ജിൻ്റെ നെക്സ്റ്റ് സൈഡിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പം ഇത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ 2 സൈഡിലും ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പം നിങ്ങൾ ബാത്തിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കോഫി ഷോപ്പുകൾ ആ ഒരു ബ്രിഡ്ജിനോട് ചേർന്നുണ്ട്. അതിൻ്റെ ആ ഒരു വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ ബ്രിഡ്ജും ആ റിവറും കാണാവുന്ന പോലെ. അപ്പോൾ നിങ്ങൾ ആ ഒരു സൈഡിൽ ഇരുന്ന് വേണമെങ്കിൽ നല്ല കോഫി കുടിക്കുന്ന പോലെ നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കാം. അപ്പം ഞാൻ മിസ് ചെയ്തൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളത് ആ സ്ട്രീറ്റ് ഫുള്ള് നടന്ന് തീർത്തു. അപ്പോൾ സ്ട്രീറ്റിൽ ഫുള്ള് നല്ല കുറച്ച് ഫോട്ടോ എടുക്കാനും പിന്നെ കുറച്ച് നല്ല കെട്ടിടങ്ങളും ഒക്കെ കാണാനുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബാത്ത് ഗിൽഹാർഡ് മാർക്കറ്റിലോട്ടാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു 18ാം നൂറ്റാണ്ട് മുതൽ പ്രവർത്തിക്കുന്ന വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു ഇൻഡോർ മാർക്കറ്റാണ്. അപ്പോൾ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലൈറ്റുകളാണ് കേട്ടോ. നല്ല രസമാണ് ഈ ഒരു ലൈറ്റും ഈ ഒരു ഷോപ്പ് കാണാൻ. അപ്പം നമുക്ക് കുറച്ച് നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ വേണം ഇവിടെ നിന്ന്. അപ്പം ഈ ഒരു മാർക്കറ്റിൽ ഇത് ഒരുപാട് സൈസ് ടർക്കിഷ് ലൈറ്റുകൾ, ടർക്കിഷ് പാത്രങ്ങൾ, പിന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീ, ഒരുപാട് ഫുഡ്, പിന്നെ ഒരുപാട് ടൈപ്പിൽ ഓർണമെൻറ്റ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ബിക്കോസ് ഒരു മസ്റ്റ് വിസിറ്റ് ആണ് നമ്മൾ ബാത്തിൽ വരുവാണെങ്കിൽ ഈ ഒരു മാർക്കറ്റ്. അപ്പം നെക്സ്റ്റ് നമ്മൾ പോയത് ബാത്ത് ആബിയും പിന്നെ റോമൻ ബാത്തും പിന്നെ അതിനുള്ള ചുറ്റുപാടുമുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും നല്ല ഒരു നൈസായിട്ടുള്ള ഒരു എപ്പോഴും ഒരു എന്തെങ്കിലും ഒരു സോങ്സോ അല്ലെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നതോ ഒക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ സിറ്റിയൊക്കെ കുറച്ച് നേരം ഒന്ന് ചുറ്റി കറങ്ങി കണ്ടപ്പോഴത്തേക്ക് നമ്മളൊരു പാർക്ക് കണ്ടു അടുത്തായിട്ട്. അപ്പോൾ നമ്മളൊരു ആ പാർക്കിലൊന്ന് പോയി ജസ്റ്റ് ഒന്ന് പാർക്കൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. മൊത്തം പച്ചപ്പും ഹരിതാവും കെട്ടിടങ്ങളിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായിട്ടൊരു അറ്റ്മോസ്ഫിയർ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ പോകുന്ന ഒരു പാർക്കിലേക്കല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതേതാണ്ട് നല്ല കുറച്ച് ഐസ്ക്രീംസ് ഒക്കെ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ നമ്മളിതേ അത് മേടിച്ച് കഴിച്ചുകൊണ്ട് ഇതേ നടന്ന് പോവുകയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട്. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, റോയൽ ക്രസൻറ്റ്. ഇത് ബാത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരേ മാതൃകയിലുള്ള ഒരു 30 വീടുകളും അതിന് മുന്നിലൊരു വലിയൊരു പച്ചപ്പ് ലോണുമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രിജിറ്റൺ ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമയും സീരീസും ഒക്കെ ഈ ഒരു പ്രദേശത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. അപ്പം നമുക്ക് ഇതിനുള്ളിൽ കയറി കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ
അപ്പോൾ ആ ഒരു പാർക്കിന് തൊട്ടടുത്തുള്ള ഇതൊരു അഡ്വഞ്ചർ ഗോൾഫ് ക്ലബ്ബ്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പാസ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കയറി ഗോൾഫൊക്കെ കളിക്കുകയൊക്കെ ചെയ്തൊരു ഒരു ഗെയിം പോലെ, ഒരു സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഗെയിം പോലെയാണ്. അപ്പം നമുക്ക് മറ്റേ കളിക്കുന്നില്ല, ജസ്റ്റ് ചുമ്മാ അതിനകത്തോടൊക്കെ ഒന്ന് കയറിയൊക്കെ നോക്കാം. അപ്പോൾ ബാത്തിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടെ ആയിരുന്നു വിക്ടോറിയൻ ആർട്ട് ഗാലറി. ഇതെന്ന് പറഞ്ഞാൽ പുട്നി ബ്രിഡ്ജിൽ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഗാലറിയാണ്. അപ്പം ഇത് ഒരു വിക്ടോറിയൻ രാജകുമാരിയുടെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച ഒരു ഗാലറിയാണ്. ഇവിടെയാണ് നൂറുകണക്കിന് ചിത്രങ്ങൾ, ശില്പങ്ങൾ, അലങ്കാര സൃഷ്ടികൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ടിക്കറ്റ് എടുത്ത് കാണണം, കാരണം ഇവിടെ എപ്പോഴും കുറേ എക്സിബിഷൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കാറുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗം ഫ്രീ ആണ്, നമുക്ക് എപ്പോഴും ഫ്രീ ടു ആക്സസ് ആണ്, നമുക്ക് പോയി കാണുകയൊക്കെ ചെയ്യാം. അവിടെ ആണെങ്കിൽ കുറേ റെയർ ആയിട്ടുള്ള കുറേ ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ആർട്ടിനോടൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ബാത്തിൽ പോവുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം മറക്കാതെ വിസിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ബാത്ത് നമ്മളൊരു ഭൂരിഭാഗ പ്രദേശങ്ങളും കണ്ടു കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ അടുത്ത് പോകുന്നത് ചെഡാർ ഗോർജിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു. താങ്ക് യു ഫോർ വാച്ചിങ്.